to Xylem Banking. So IBPS POയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾ ആസ്പിരൻസ് അറിഞ്ഞിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് പോവാം. എത്ര പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഉണ്ട്? നമുക്ക് 11 പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ആണ് നമുക്കുള്ളത്. ബാങ്ക് ഓഫ് ബറോഡ, Canara Bank, Indian Overseas Bank, UCO Bank, Bank of India, Central Bank of India, Punjab National Bank, Union Bank of India, Bank of Maharashtra, Indian Bank and Punjab and Sindh Bank. ഇത്രയും ബാങ്ക്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായി നമുക്ക് നോക്കാം the most important part of the notification, that is നമ്മുടെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷന്റെ ഡേറ്റ്, എക്സാമിന്റെ ഡേറ്റ് ഒക്കെയാണ്. സോ ഓൺലൈൻ ആപ്ലിക്കേഷനും പേയ്മെന്റിനും നിങ്ങൾക്ക് കൊടുക്കുന്ന ടൈം നിങ്ങൾ കണ്ടല്ലോ. അതായത് ഇന്ന് മുതൽ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെയും ഫീസ് പേ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെപ്റ്റംബർ 2024 കോൾ ലെറ്റേഴ്സ് ഒക്ടോബർ 2024 നിങ്ങളുടെ കോൾ ലെറ്റേഴ്സ് വരും. എന്നിട്ട് നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഓൺലൈൻ പ്രിലിമിനറി എക്സാം എന്നായിരിക്കും? ഒക്ടോബറിലായിരിക്കും എന്താ? ഓൺലൈൻ എക്സാമിനേഷൻ. അതിനുശേഷം റിസൾട്ട് എന്ന് വരും? ഇതാണ് നമ്മുടെ ബാങ്ക് എക്സാമിന്റെ ഒരു പ്രത്യേകത അല്ലേ. റിസൾട്ട് എപ്പോഴായിരിക്കും വരിക? റിസൾട്ട് എപ്പോഴാണ് വരുന്നത് പോലും നമുക്കറിയാം. ഒക്ടോബർ നവംബറിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വന്നിരിക്കും. അതിനുശേഷം ആ പ്രിലിമിനറി എന്ന ഭാഗം ക്വാളിഫൈ ചെയ്ത മെയിൻസിനുള്ളവർക്കുള്ള കോൾ ലെറ്റർ നവംബറിൽ വരും. എക്സാമിനേഷൻ നവംബർ 2024 അതിന്റെ റിസൾട്ട് എന്ന് വരും? ഡിസംബർ 2024 അല്ലെങ്കിൽ ജനുവരി 2025. ന്യൂ ഇയറിന് മെയിൻസ് ക്വാളിഫൈ ചെയ്ത ന്യൂസ് ആയിരിക്കും നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദെൻ ഇന്റർവ്യൂ എപ്പോഴായിരിക്കും നടക്കുക? ജനുവരി ഫെബ്രുവരി ടൈമിലായിരിക്കും ഇന്റർവ്യൂ നടക്കുക. പ്രൊവിഷണൽ അലോട്ട്മെന്റ് നമുക്ക് ഏപ്രിൽ 2025 അറിയാനായിട്ട് സാധിക്കും. സോ ഇപ്പോഴേ എന്ത് ചെയ്യുക? നന്നായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ഒട്ടും ടൈമില്ല. സോ ഇനി നമ്മുടെ ഏജ് റിലാക്സേഷൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. മിനിമം 20, മാക്സിമം 30. അതായത് ഈ എക്സാം എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ് 2/8/1994 മുൻപ് ജനിച്ചവരോ 1/8/2024 ശേഷം ജനിച്ചവരോ ആവാൻ പാടില്ല. അവർ 20-നും 30-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. സോ ഈ ഡേറ്റ്സിനിടയിൽ നിങ്ങളുടെ ഏജ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സാം അപ്ലൈ ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുക. അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട് 5 വർഷം SC-ക്കും ST-ക്കും, OBC-ക്ക് 3 വർഷം, നോൺ ക്രീമി ലെയർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോണം. Person with benchmark disability is 10 years, ex-service commissioned officers 5 years and person affected by riots 5 years. So നമ്മുടെ ഏജ് റിലാക്സേഷൻ നോക്കി. ഇനിയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഏത് ഡിസിപ്ലിനിലാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ എനി ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ വാലിഡ് മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം അതിലെ മാർക്ക് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കാനായിട്ടുള്ളത്. He or she registers and indicate the percentage of marks obtained in the graduation while registering online. അത് മറക്കല്ലേ. മാത്രമല്ല നിങ്ങളുടെ ഈ റിസൾട്ട് 21/8/2024 മുന്നിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയും വേണം. ഓക്കെ. സോ അടുത്തതായി നമുക്ക് നോക്കാം സ്ട്രക്ചർ ഓഫ് ദി എക്സാമിനേഷൻ. പ്രിലിംസിന് ഇംഗ്ലീഷ്, കോണ്ട്, റീസണിംഗ് 3 സബ്ജക്റ്റ് ഉണ്ട്. ടോട്ടൽ 100 ചോദ്യങ്ങൾ, 100 മാർക്ക് ആണുള്ളത്. ആൻഡ് കംപ്ലീറ്റ്ലി നോക്കിയാൽ നമുക്ക് സെക്ഷണൽ ടൈമിംഗ് നമുക്കിവിടെ ഉണ്ട് അല്ലേ. നമുക്കിവിടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 20 മിനിറ്റ് 20 ടോട്ടൽ 60 മിനിറ്റ്സ് ആണ്. 1 അവർ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും? ഈ പ്രിലിംസ് എഴുതാൻ അല്ലെങ്കിൽ പ്രിലിംസ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും. സോ നന്നായി പഠിക്കുക. നൗ ഈ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നോക്കിയാൽ നമുക്ക് ഇത്തവണത്തെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാനെങ്കിലും സാധിക്കും. സോ നോക്കുക, കോണ്ടിന് 35 മാർക്കിന് 7 ആയിരുന്നു ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്. ഓക്കെ, 35 മാർക്കായിരുന്നു. അതിൽ കട്ട് ഓഫ് ജനറലിന് 7, SC ST OBC PWBD ഓക്കെ, PWBDക്ക് 4.25 ആയിരുന്നു. റീസണിങ്ങിന് 35 മാർക്സ്, 10 ആണ് കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക്, 5.75 ആണ് എന്താ ബാക്കിയുള്ള കാറ്റഗറീസിന്. ഇംഗ്ലീഷിന് 35 മാർക്സ്, 11.50 ആണ് ഇംഗ്ലീഷിന്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക് വന്നത്. അതേസമയം SC STക്ക് 8.25. സോ ഇത് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ആണ്. ഏകദേശം ഇതേ റേഞ്ചിൽ തന്നെ നമുക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മെയിൻസിനെ നോക്കിയാലോ. മെയിൻസിന് 225 മാർക്സിനാണ് എക്സാം നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു 225 മാർക്സോ? അതെ, 200 മാർക്സിനും പ്ലസ് 25 മാർക്സ് ഫോർ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഇംഗ്ലീഷിലെ മക്കളെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് എസ്സേ ആൻഡ് ലെറ്റർ റൈറ്റിംഗ്. സോ അതിനും കൂടെ 25 ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം? 200 നിങ്ങളൊരു 53യും
25 നിങ്ങളൊരു 10 സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറലിന്റെ കട്ട് ഓഫ് കടക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് 63 ആണ് മെയിൻസിന് ജനറലിന്റെ കട്ട് ഓഫ് ഔട്ട് ഓഫ് 225 വരുന്നത്. OBCക്ക് 62.25, SCക്ക് 50.25, STക്ക് 41 ആൻഡ് EWSന് 61. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു നമ്മൾ ഈ കഴിഞ്ഞ വർഷം നോക്കിയാണ്, ഈ വർഷം നമുക്ക് ഏകദേശം ഇത് തന്നെ പ്രതീക്ഷിക്കാം. നൗ മെയിൻസ് എക്സാമിനേഷന്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റീസണിംഗ്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ എക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, DI ഉണ്ട്. സോ 45 ക്വസ്റ്റ്യൻസ്, 40 ക്വസ്റ്റ്യൻസ്, 35 ടോട്ടൽ 155 മാർക്സ് ആണ്. നിങ്ങൾ മാക്സിമം മാർക്ക് നോക്കി അറിയാം, 200 മാർക്സ്. ലാംഗ്വേജ് ഏതൊക്കെ മീഡിയത്തിൽ എഴുതാൻ തന്നിട്ടുണ്ട്, ഒപ്പം സെപ്പറേറ്റ് ടൈം അലോട്ട് ചെയ്തത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി അറിയാം, 60 minutes, 35, 40, 45 which means 3 whole hours. 3 മണിക്കൂർ നിങ്ങൾക്ക് ഇത് എഴുതാൻ കിട്ടും. പ്ലസ് ഇതിന്റെ കൂടെ ആരുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ റൈറ്റിംഗ് വരുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 25 മാർക്കിന് 30 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതെല്ലാം ഇൻ ഡീറ്റെയിൽ നമ്മുടെ സൈലന്റ് ബാങ്കിങ് ചാനലിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇനി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ ഇൻബിൽറ്റ് ബയാസ് ഇല്ലാതെ ഒരു ഓട്ടോമേറ്റഡ് സ്കോറിംഗ് മെക്കാനിസത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ റൈറ്റിംഗ് പ്രൊഫഷൻസി അവർ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ നന്നായി തന്നെ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് ആയാലും നിങ്ങളുടെ വേർഡ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനായാലും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ അത് നിങ്ങൾ മറക്കരുത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ്പിറൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, പെനാൽറ്റി. നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട് 0.25 അല്ലെ. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യണം, അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് തോട്ട് വരേണ്ടത്. നമ്മൾ നെഗറ്റീവ് മാർക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനും നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ പരീക്ഷ പാസ്സാവാനും റെഡി ആയിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ ഫീസിലേക്ക് പോവാം. 175 രൂപ 175 ആണ് SC ST PWBD കാൻഡിഡേറ്റ്സിന്. 850 ഓൾ അതർ കാൻഡിഡേറ്റ്സ്. ഓൾ അതർ കാറ്റഗറിയിൽ വരുന്നവർക്ക് 850 രൂപയും ബാക്കിയുള്ള SC ST PWBDക്കാർക്ക് മാത്രം 175 ആണ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, ആ ഹൗ ടു അപ്ലൈ എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോക്കാം, ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന സമയം അല്ലെ. എത്ര വേക്കൻസി ഉണ്ട്, വളരെ സിമ്പിൾ. ഇന്നത്തെ വേക്കൻസി കേൾക്കാൻ ഒരു സുഖമുള്ള വേക്കൻസി ആണ്. 4455 അല്ലെ. 4455 വേക്കൻസീസ് ഉണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 5ഓളം ബാങ്കുകൾ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ, അതായത് നമ്മുടെ 2023യുടെ സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് 3049 വേക്കൻസീസ് ആണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്നത്. പക്ഷേ ലേറ്റർ ഓൺ വേക്കൻസീസ് കൂടി. ഈ നോട്ട് റിപ്പോർട്ടഡ് ബാങ്ക്സ് അവരുടെ വേക്കൻസീസ് പറഞ്ഞപ്പോൾ അത് എത്രയായി മാറി, അത് 5532 ആയിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. വിച്ച് മീൻസ് ഓൾമോസ്റ്റ് 2483 വേക്കൻസീസ് ആണ് ഒറ്റയടിക്ക് ഇൻക്രീസ് ആയത്. ഇത്തവണ എന്തുണ്ട്, ഇത്തവണ നമുക്ക് കാണാൻ പറ്റും 5 ബാങ്കുകൾ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. സോ വേക്കൻസീസ് ഇനിയും ഇൻക്രീസ് ചെയ്യും. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 657 SCക്ക്, STക്ക് 332 ടോട്ടൽ, OBCക്ക് 1185, EWSന് 435, ജനറൽ കാറ്റഗറിക്ക് 1846, ടോട്ടൽ 4455 അല്ലെ. എന്ത് രസമുള്ള നമ്പറാണ് 4455. ബട്ട് ഇത് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, ഇൻക്രീസ് ചെയ്യും. കാരണം ഇനിയും 5 ബാങ്കുകൾ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാലൻസ് ഉണ്ട്. പിന്നെ ഇത്തവണത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രോസ് പേ, സാലറിയുടെ ഗ്രോസ് പേ എത്രയാണ്, ഒരു 86 ആണ് നിങ്ങളുടെ ഗ്രോസ് പേ വരുന്നത്. ഇൻ ഹാൻഡ് ഒരു 69 നിങ്ങൾക്ക് കിട്ടും. ഇൻ ഹാൻഡ് 69. ഇപ്പോൾ ജോലിക്ക് കയറിയവർക്ക് ഇൻ ഹാൻഡ് 69. ഓ മൈ ഗോഡ്, ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അല്ലേ. സോ ഒട്ടും താമസിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ തുടങ്ങുക. പിന്നെ ഒരു കാര്യം, കമ്പ്യൂട്ടർ ലിറ്ററസി, ടൈപ്പിംഗ് സ്പീഡ്, ഇതെല്ലാത്തിനും ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇതെല്ലാം സൈലന്റ് ബാങ്കിങ്ങിനോടൊപ്പം നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് നേടിയെടുക്കാൻ സാധിക്കും. സോ ഒട്ടും താമസിക്കാതെ നന്നായി പ്രിപ്പയർ ചെയ്ത് എക്സാമിന് അപ്ലൈ ചെയ്ത് ഉറപ്പായിട്ടും ഈ വർഷത്തെ ബാങ്ക് എക്സാം IBPS PO നിങ്ങൾ ക്രാക്ക് ചെയ്യുക. സൈലം ഒപ്പം ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്.